മാറി ചെറിയ വെയിൽ വന്നപ്പോഴേക്കും നമ്മുടെ മരമുല്ലയും ബ്രൈഡൽ ബൊക്കയും ഒക്കെ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇതാണ് നമ്മുടെ മരമുല്ല. 2-3 ദിവസത്തിന് മുന്നേ നോക്കിയപ്പോൾ അതിൽ ചെറിയ മൊട്ടുകളായിരുന്നു. ഇന്ന് ഞാൻ രാവിലെ എണീറ്റ് ചെടികളുടെ അടുത്ത് പോയത് മരമുല്ല നിറയെ പൂവിട്ട് നിൽക്കുകയാണ്. അതിൽ ധാരാളം മൊട്ടുകളുമുണ്ട്. ഇതാണ് മരമുല്ലയുടെ ഓറഞ്ച് കളറിലാണ് ഇത് കാണപ്പെടുന്നത്. ഇതിൽ വേറെയും കായ് ഉണ്ട്. അത് പച്ച കളറായതേ ഉള്ളൂ. പഴുക്കുമ്പോഴാണ് ഈ ഓറഞ്ച് നിറമാകുന്നത്. ഇതിൽ ധാരാളം മൊട്ടുകളും നിൽക്കുകയാണ്. ഈ പൂവ് കൊഴിഞ്ഞു തുടങ്ങുമ്പോഴേക്കും അടുത്ത സ്റ്റെപ്പ് പൂക്കളും ഉണ്ടാവും. ഇതിൽ ധാരാളം മൊട്ടുകൾ നിൽക്കുന്നത് കാണാൻ കഴിയും. ഈ മരമുല്ലയുടെ പ്രത്യേകത നല്ല മണമാണ്. പിച്ചിപ്പൂവിൻ്റെ അതേ മണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കങ്ങനെയാണോ? നിങ്ങൾ ഇതിന് താഴെ കമൻറ്റ് ചെയ്യുക. ഇത് പൂക്കളുണ്ടാകുന്നത് മഴ മാറി വെയിൽ വരുന്ന സമയത്താണ് പൂക്കളുണ്ടാകുന്നത്. ഇത് സീസൺ പ്ലാന്റ് അല്ല. ഇത് ഇടയ്ക്കൊക്കെ ധാരാളം പൂക്കളുണ്ടാവും. പൂക്കളുണ്ടാകുമ്പോൾ ഇത് നിറയെ തന്നെ ഉണ്ടാകും. ഇതിൻ്റെ ഷേപ്പ് കണ്ടിട്ട് കാണുന്നവരൊക്കെ ചോദിക്കാറുണ്ട്, കട്ട് ചെയ്ത് നിർത്താറുണ്ടോ എന്ന്. എന്നാൽ ഞാൻ ഇത് കട്ട് ചെയ്ത് നിർത്തിയിട്ടേ ഇല്ല. പക്ഷെ കട്ട് ചെയ്തതുപോലെ തന്നെ ഇത് നിൽപ്പുണ്ട്. ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇതിൽ നിന്ന് കമ്പ് വെട്ടി കൊടുക്കുകയാണ് പതിവ്. മരമുല്ലയുടെ പൂവിന് 5 ഇതളാണുള്ളത്. ഇത് നമുക്ക് ഈസിയായി തന്നെ തൈകൾ ഉണ്ടാക്കാൻ കഴിയും. ഇതിൻ്റെ ഒരു കമ്പ് നട്ട് അതിൽ നിന്നും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാൻ കഴിയും. ഇതുപോലുള്ളൊരു മറ്റൊരു പ്ലാന്റാണ് ബ്രൈഡൽ ബൊക്കെ. ഇതും മരമുല്ലയെ കണക്ക് നല്ല മണമാണ്. പക്ഷേ വ്യത്യസ്ത മണമാണെന്ന് മാത്രം. ഇതും മരമുല്ലയെപ്പോലെ ഇടയ്ക്കൊക്കെ ഫ്ലവർ ഉണ്ടാകും. ഇത് രണ്ടും സീസൺ പ്ലാന്റ് അല്ല. ബ്രൈഡൽ ബൊക്കയ്ക്കാണെങ്കിൽ എപ്പോഴും ഒരു സപ്പോർട്ട് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ അത് പടർന്ന് പന്തലിച്ച് ധാരാളം പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. ഒരു കമ്പോ കമ്പിയോ ഇതിന് സപ്പോർട്ടായി കൊടുക്കുക. ഞാനിവിടെ കമ്പായിരുന്നു സപ്പോർട്ടായി നൽകിയിരുന്നത്. എന്നാൽ അതുപോലെ ഇനി വലിയ കമ്പോ കമ്പിയോ തന്നെ ഇതിന് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ അത് നമുക്ക് ധാരാളം പൂവ് തരുകയുള്ളൂ. മരമുല്ലയെ പോലെയല്ല ബ്രൈഡൽ ബൊക്കയിൽ നിന്ന് തൈകൾ ഉണ്ടാക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. മറ്റു ചെടികളെ പോലെ നമുക്ക് വേഗം ഇതിൽ നിന്നും തൈകൾ ഉണ്ടാക്കാൻ കഴിയില്ല. കുറച്ച് തൈകൾ നട്ടാൽ നമുക്ക് ചിലപ്പോൾ 1-2 കിട്ടും. ഇങ്ങനെ ഈസിയായി ഇതിൽ നിന്നും തൈകൾ ഉണ്ടാക്കാമെന്നൊരു വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യാം. എല്ലാം കൂടി നമ്മൾ ഇതിൽ പറയുകയാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടും. അതാണ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞത്. ഇതിന് 4 ഇതളുകളാണ് ഉള്ളത്. നിങ്ങളുടെ ചെടിയിൽ വെള്ളീച്ചയുടെ ശല്യമുണ്ടോ? എന്നാൽ എൻ്റെ ബ്രൈഡൽ ബൊക്കയിൽ വെള്ളീച്ചകളുടെ ശല്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ കൂടെ എന്നെയും കൂട്ടുക. താങ്ക് യു.